ഹലോ ഗായ്സ്, എന്തൊക്കെയാണ് ഗായ്സ്? സുഖം തന്നെയല്ലേ ഗായ്സ്? റാണിമോണ റെഡി അല്ലേ? റെഡി. ഓക്കെ, തുടങ്ങിക്കോളെ ഐശ്വര്യമായിട്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവരും സ്പൈൻ സ്ട്രൈറ്റ് ആയിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, കൈകൾ ഓപ്പൺ ആക്കി വെക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ്, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ഹോൾഡ്, ബ്രീത്ത് ഔട്ട്. To the Supreme God, Divine Father, Divine Mother, to my spiritual teacher, to all the spiritual teachers, all the great, great ones, holy gurus, holy masters, saints, archangels, healing ministers, spiritual helpers, and all the holy angels, and the angels of prosperity, angels of abundance, angels of love, angels of success, all the Devas and Mahadevas. We invoke for a divine blessing, for a divine guidance, for a divine love and mercy, for inner healing, physical healing, and psychological healing, for abundance and prosperity, for divine help and protection, and making this session a grand success. Thanks in full faith. We thank you, thank you, thank you. Okay guys, namaste. നമസ്തേ Namaste നമസ്തേ. guys. ഓക്കെ, റെഡി. Okay. അപ്പൊ ഗുഡ് ഈവനിങ് എവരി വൺ. ഇന്ന് സബ്ജക്റ്റിന്റെ പേര് ദ പവർ ആൻഡ് മണി. അപ്പൊ ഞാൻ ദ പവർ എന്നുള്ളതിന്റെ സ്മോൾ ഇൻട്രൊഡക്ഷൻ തരാം. വാട്ട് ഈസ് മീൻ ബൈ പവർ? ഇപ്പൊ നമ്മുടെ ലൈഫില് മെയിൻലി മെയ്ഡപ്പ് ഓഫ് പോസിറ്റീവ് തിങ്സ് ആൻഡ് നെഗറ്റീവ് തിങ്സ്. ഇതില് ഹെൽത്ത്, മണി, വെൽത്ത്, റിലേഷൻഷിപ്പ്, ഈ ഫാക്ടേഴ്സിനെ വെച്ചിട്ടാണ് നമ്മളുടെ ലൈഫിൽ ഹാപ്പിനെസ്സും സോറോയും എല്ലാം മാറി മറിയുന്നത്. ഒരാൾക്ക് വെൽത്ത് ഉണ്ടെങ്കിൽ അവിടെ ഹെൽത്ത് കാണില്ല, ഹെൽത്ത് ഉണ്ടെങ്കിൽ വെൽത്ത് കാണില്ല, വെൽത്തും ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം. ഇങ്ങനെ ഏതെങ്കിലും ഒരു 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 ഫാക്ടറിനെ നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തെങ്കിലും ഒരു കുഴപ്പം കാണും പലർക്കും, പലരുടെ ലൈഫിലും. അപ്പം ചിലർക്ക് ചില ഇയേഴ്സ് ഗുഡ് ഇയേഴ്സ് ആയിരിക്കും, ചിലപ്പം ബാഡ് ഇയേഴ്സ് ആയിരിക്കും. ഗുഡ് ഡേയ്സ് കാണും, ബാഡ് ഡേയ്സ് കാണും. ഡിപ്പെൻഡ്സ് ഓൺ ദീസ് കൈൻഡ് ഓഫ് ഫാക്ടേഴ്സ്. പക്ഷെ ചിലരുടെ ലൈഫിൽ എപ്പോഴും നെഗറ്റീവ് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ചില സിറ്റുവേഷൻ ഉണ്ട്. മോർ ദാൻ പോസിറ്റീവ് തിങ്സ് ഹാപ്പൻ ചെയ്യുന്നതിനെക്കാട്ടി നെഗറ്റീവ് തിങ്സ് ബാക്ക് ടു ബാക്ക് വരും ചിലരുടെ ലൈഫിൽ. അങ്ങനെയുള്ളവരുടെ ലൈഫിൽ അതൊന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. എന്തുകൊണ്ടാണ് അത് വരുന്നത്? അങ്ങനെ ഒരു ലൂപ്പിൽ കിടന്ന് നമ്മൾ കറങ്ങുന്നത് എന്തെന്ന് നമ്മളത് തറലി ചെക്ക് ചെയ്യാം. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ ലൈഫിൽ ആ ഒരു പ്രശ്നം വീണ്ടും പല പ്രശ്നങ്ങളും മാറി മാറി വരുന്നു? അപ്പം ചിലരുടെ ലൈഫ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, വെരി വെൽ ബാലൻസ്ഡ് ആയിട്ട് പോകും. നല്ല നല്ല ഒരു തരത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ബാലൻസ് ചെയ്തിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷെ അവരുടെ ലൈഫിൽ അറിഞ്ഞോ അറിയാതെയോ, ചിലര് കോൺഷ്യസ്ലി അവരുടെ ലൈഫിൽ യൂസ് ചെയ്യും ഈ പവർ. ചിലരുടെ ലൈഫിൽ അറിയാതെ ഒരു ഫ്ലോ ആയിട്ട് അതങ്ങ് സംഭവിക്കും. അതാണ് ആ പവറിന്റെ പേരാണ് പവർ ഓഫ് ലവ്. ഈ പവർ ഓഫ് ലവ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലൈഫിൽ പലതും അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം ഈ പവർ ഓഫ് ലവിനെ പറ്റി ആക്ച്വലി വളരെ ഏൻഷ്യന്റ് കാലം തൊട്ടേ അറിവുള്ളതാണ്. പ്രോഫറ്റ്സ് ആണെങ്കിലും ഫിലോസഫേഴ്സ് ആണെങ്കിലും വലിയ വലിയ ലീഡേഴ്സ് ആണെങ്കിലും അവർ പല ബുക്സും എഴുതിയിട്ടുണ്ട്, അവർ പ്രീച്ച് ചെയ്തിട്ടുണ്ട്, പറഞ്ഞ് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും അത് അത്ര വലിയ സംഭവമായിട്ട് നമ്മളെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല ഇപ്പോഴും. ആ പവർ ഓഫ് ലവ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ പറ്റും.
ആ അത് യൂസ് ചെയ്തിട്ട് മണി എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് മെയിൻ ഇതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ലോ ഓഫ് അട്രാക്ഷൻസിൽ ഏറ്റവും മെയിൻ ഒരു കോൺസെപ്റ്റ് ആണ് മണി എന്ന് പറയുമ്പോൾ ഉള്ള ഫീലിംഗ്. ഓ, വാട്ട് ഡു യു മീൻ ബൈ മണിയുടെ ഫീൽസ്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? മണി ഒരു എനർജി ആണെന്ന് അറിയാം, നമ്മൾ പറയാം, അങ്ങോട്ട് എപ്പോഴും പറയും മണി ഒരു എനർജിയാണ്, എനർജി. പക്ഷെ നമുക്ക് മണി എന്ന് പറയുമ്പം എന്ത് തരം ഫീലിംഗ് ആണ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുമ്പം നമുക്ക് മനസ്സിലാവും. നമ്മളെ ഉള്ളിലുള്ള പല പല കുഴപ്പങ്ങളും പുറത്തോട്ട് വരും. നമ്മൾ അല്പനേരം തിങ്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പം പഴയ കാലത്തല്ല, ചില സൊസൈറ്റികൾ, ചില നമ്മുടെ വീട്ടിലെ ചില സാഹചര്യം, ചില ടീച്ചേഴ്സ്, അങ്ങനെയുള്ളവരുടെ അടുത്ത് നിന്നൊക്കെ നമ്മൾ പണ്ട് ചെറുതിലെ നമ്മൾ പലതും കേട്ടിട്ടുണ്ടായിരിക്കും. മണി ഈവിളാണ്, മണിയുള്ള റിച്ച് പീപ്പിൾ ഡിസോണസ്റ്റ് ആണ്, പൈസ ഉണ്ടാക്കുന്നത് വളരെ പാടുള്ള കാര്യമാണ്, അതുകൊണ്ട് ഈ ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ കേട്ടും പരിചയപ്പെട്ടും അങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് രജിസ്റ്റർ ആയി കിടക്കും. ഈ രജിസ്റ്റർ ആയി കിടക്കുന്നതെല്ലാം നമുക്ക് മണി ഫ്ലോയെ ബ്ലോക്ക് ചെയ്തിരിക്കും, ഉറപ്പാണ്. അങ്ങനെയുള്ള തോട്ട് പ്രോസസ് ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റിയെടുത്തേ പറ്റും. എങ്കിൽ മാത്രമേ മണിയുടെ ഒരു ബ്ലോക്ക് നമുക്ക് മാറിക്കിട്ടാൻ ഒരു വഴിയുള്ളൂ. ഇപ്പം നമുക്ക് ലാക്ക് ഓഫ് മണി ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ഫീലിങ്സ്, ബാഡ് ഫീലിങ്സ് ആണ് മോർ ദാൻ ഗുഡ് ഫീലിങ്സ്. കൂടുതലും ബാഡ് ഫീലിങ്സ് ആണ് നമ്മൾ പുറത്തോട്ട് വിടുന്നത് മണി എന്ന് കേൾക്കുമ്പോൾ. ഇപ്പം ഫോർ എക്സാമ്പിള്, ഇപ്പം നമ്മൾ ചാരിറ്റിക്ക് പൈസ കൊടുക്കുന്നെന്ന് വെച്ചോ, അത് വിടാം. അതിനെക്കാട്ടി ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നെന്ന് ഒരു 10 ദിവസം ആയുള്ളൂ. 10 ദിവസത്തിന് മുമ്പാണ് തീരുമാനിക്കുന്നത് എൻ്റെ സബ്ജക്റ്റ് ഇതാണെന്നും ഇതാണ് ഇതിന്റെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയുള്ള ഒരു ക്ലാസ് ആണ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് ചൂസ് ചെയ്തു. ഇതിനെപ്പറ്റി കുറച്ച് റെഫറൻസ് ഒക്കെ എടുത്തു. റെഫറൻസ് എടുക്കുമ്പോൾ ഈ 10 ഡേയ്സിൽ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഹാഫ് ആൻ അവർ ആയിരിക്കും ഞാൻ ഇതൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ ഒരുവിധം ചെക്ക് ചെയ്യുന്നത്, എന്നിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. ഈ കഴിഞ്ഞ 9 ഡേയ്സ്, 10 ഒരു ദിവസം മാത്രമേ ഉള്ളൂ, കഴിഞ്ഞ 9 ഡേയ്സിലും എൻ്റെ കയ്യിൽ അൺലിമിറ്റഡ് ആയിട്ട് മണി ക്യാഷ് ഫ്ലോ ഉണ്ടായി. അതും ഡിഫറെന്റ് സോഴ്സിൽ നിന്ന്, ഒട്ടും പ്രതീക്ഷിക്കാതെ പൈസ. അപ്പോൾ എനിക്ക് തേർഡ് ഡേ തന്നെ എനിക്ക് മനസ്സിലായി, ഞാനിത് രാത്രികളിൽ ഇത് വായിക്കുകയും ഇതിനെപ്പറ്റിയുള്ള എനർജിയെ പറ്റിയുള്ള ഫീലിങ്സ് ഇടുന്നതിൻ്റെയും വ്യത്യാസം കൊണ്ടിട്ടാണ് എനിക്ക് ആ മാറ്റം ഈ 10 ദിവസത്തെ ഈ കണ്ടിന്യൂസിൽ, അതും കണ്ടിന്യൂസ് ഡേയ്സിൽ മണി ഫ്ലോ വന്നു. അപ്പം ഈ റെഫറൻസ് ചെയ്ത പ്രകാരം എൻ്റെ വൈബ്രേഷനിൽ മാറ്റം ഉണ്ടായി. മാറ്റം ഉണ്ടായപ്പോൾ എനിക്ക് കയ്യിൽ വരുന്ന പൈസയുടെ രീതിയും മാറി. അപ്പൊ എല്ലാ ദിവസവും എനിക്ക് വരുമ്പോൾ എനിക്ക് ചിരി വരും. ഇത് കാണുമ്പോൾ തന്നെ കണ്ട ഇന്നും വന്നു. എനിക്ക് ഭയങ്കര ചിരിയും, എനിക്കൊരു ഇതായിരുന്നു, അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിപ്പോയി ഞാൻ. അപ്പോ അതൊരു സംഭവം. അല്ലാതെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇപ്പം നമ്മൾ ബുക്കിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വായിക്കും. ഈ ഇംഗ്ലീഷ് ബുക്കുകളിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ലോ ഓഫ് അട്രാക്ഷനെ പറ്റി. ഞാൻ ഇത് ചെയ്തപ്പോൾ ഇത് കിട്ടി, ഇന്നത് കിട്ടി. അപ്പൊ എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് ഒരു ദിവസം ചോദിച്ചു, ഇവര് ഈ ഇംഗ്ലീഷുകാരൊന്നും നമുക്ക് അറിഞ്ഞൂടാ, ഇവര് പറയുന്നു കിട്ടിയിട്ടുണ്ടെന്ന്, നമ്മൾ കണ്ടായത് കിട്ടിയെന്ന്? നമ്മൾ കണ്ടില്ലല്ലോ, പറയുന്നല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ വായിക്കുന്നു പോകും. പക്ഷെ ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഞാനാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊരു ബുക്കിൽ വായിച്ച എക്സ്പീരിയൻസ് അല്ല, ഇത് വ്യത്യാസമാണ്. ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് കിട്ടിയത്. ഈ ഒരു 2014 സമയത്ത് എൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. അപ്പം ഞാൻ ഈ ദുബൈയിൽ നിന്ന് ഒരു വെക്കേഷന് ഞാൻ നാട്ടിൽ പോവുകയാണ്. നാട്ടിൽ പോകുമ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിൽ ഒരു സ്ഥലത്ത് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പൈലിംഗ് വർക്ക് നടക്കും. അപ്പം ഞാൻ അത് കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങിന്റെ പിക്ചർ അവിടെ വെക്കുമല്ലോ ഈ വർക്ക് തുടങ്ങുമ്പോൾ, ഭയങ്കര രസമുള്ള ഒരു ബിൽഡിങ്. എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നു, ഇവിടെ ഫ്ലാറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബസ് സ്റ്റാൻഡ് എന്തടുത്ത് ബസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓട്ടോ കിട്ടണമെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി നിന്നാൽ മതി, ഓട്ടോ കിട്ടും. സിറ്റിയുടെ എങ്ങോട്ട് പോകാൻ എന്തൊരു ഈസിയാണ്. പിന്നെ സാധനം വാങ്ങിക്കണമെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഒക്കെ അടുത്തുണ്ട്. ഇങ്ങനെ ഞാനൊരു ഫ്ലീറ്റ് ഓഫ് തോട്ട് ഇട്ടങ്ങ് വിട്ടു.
2015, 2016, 2017 ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ ബിൽഡിംഗ് കാണുന്നു, സെയിം ഫീലിംഗ് ഞാൻ വിടുന്നു, ഞാൻ അങ്ങ് പോകുന്നു. പിന്നെയും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ എപ്പോൾ ട്രിവാൻഡ്രത്ത് ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ പോയാലും എനിക്കൊരു ഫീലിങ്ങേ ഉള്ളൂ, ഈ ഒരു ഫീലിംഗ്. അതിന്റെ ആ ബിൽഡിങ്ങിന്റെ ഒരു വ്യത്യസ്തത കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടുള്ള ആ ഒരു 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 ഫീലിംഗ്, ആ പവർ ഓഫ് ലവ് ആയിരുന്നു അത് ഞാൻ വിട്ട ഫീലിംഗ്. അന്ന് ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഒന്നും അറിയത്തില്ല, അത് എന്താണെന്നും അറിയത്തില്ല, ഞാൻ കേട്ടിട്ട് പോലുമില്ല ആ സമയത്തൊന്നും. ഇത് 2020 ആയി. അപ്പൊ കോവിഡ് കാലമാണല്ലോ. കോവിഡ് തുടങ്ങിയിട്ടില്ല. മാർച്ച് മാസം 2020 മാർച്ചില്. അപ്പം എൻ്റെ അടുത്ത് ആ ഇടയ്ക്ക് ഓഫീസിൽ ഇരുന്നപ്പോൾ ആരോ പറഞ്ഞേ, ഈ ഹോട്ട്മെയിൽ ഒരുപാട് നാൾ തുറക്കാതിരുന്നാൽ, യൂസ് ചെയ്യാതിരുന്നാൽ അത് പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റൂല, അത് ഇതായിപ്പോവും, പിന്നെ കേറാം. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ ഫേസ്ബുക്കിന്റെ യൂസർ നെയിം ആ ഹോട്ട്മെയിൽ ആണല്ലോ, അത് തുറന്നിട്ട് കുറെ കാലമായി, അപ്പൊ തുറക്കണമെന്ന് വിചാരിച്ചു. അന്ന് രാത്രി വന്ന് ഞാൻ ഒരു 10-12 മണിയോളം ആവും, ദുബൈ ടൈം 11 മണിയൊക്കെ ആവും. ഞാൻ ഐപാഡ് എടുത്ത് വെച്ച് യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ഇട്ട് അതെങ്ങനെ തുറന്നുണ്ടായി. തുറന്നപ്പോൾ ഫസ്റ്റ് കിടക്കുന്ന മെയിൽ ഈ ബിൽഡിങ്ങിന്റെ മാർക്കറ്റിംഗ് സ്ഥലത്ത് നിന്ന് മാർക്കറ്റിംഗ് ടീം അയച്ചിരിക്കുന്ന ഒരു ഒരു ഇതാണ്, ഒരു മെയിലാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് തൊട്ടപ്പുറത്ത് സോഫയിലിരുന്ന് ഉറങ്ങുന്നുണ്ട്. പുള്ളി അത് കണ്ണിങ്ങനെ തുറക്കും, TV കാണും, പിന്നെ ഉറങ്ങും. അങ്ങനെ ഉറങ്ങി എണീറ്റാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ബിൽഡിങ്ങിന്റെ ഫോട്ടോ കണ്ടപ്പോ തട്ടിക്കിട്ട് പറഞ്ഞു, കണ്ടോ ഈ ബിൽഡിംഗ് ആണ് ഞാൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്, പോകുമ്പോ വരുന്നത്. അവര് എന്റെ മെയിൽ അയച്ചിട്ടുണ്ട്, ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ആണെന്ന് തോന്നുന്നു. പുള്ളി ഇങ്ങനെ നോക്കിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്നിട്ട് പുള്ളി എന്റെയും ഉറങ്ങി. ഞാൻ ഈ മെയിലൊക്കെ ഡിലീറ്റ് ചെയ്യണമെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഞാനും പോയി കിടന്നുറങ്ങി. അന്നൊരു ഉച്ച സമയമായപ്പോ എന്റെ ഹസ്ബൻഡ് വന്നിട്ട് എൻ്റെ അടുത്ത് പറയണം, ഇന്നലെ കാണിച്ചില്ലേ ആ ബിൽഡിങ്ങില് ഒരു ഇത് ഞാൻ ബുക്ക് ചെയ്ത്. ഞാൻ പറഞ്ഞു, ഏത് ബിൽഡിങ്ങില്? അത് ഇന്നലെ നീ ഹോട്ട്മെയിലിൽ കാണിച്ചത്. ഞാൻ പറഞ്ഞു, എങ്ങനെ പോയി ബുക്ക് ചെയ്ത്? അത് ഞാൻ അവരെ ഡെവലപ്പറിന്റെ ഫോൺ എടുത്ത് നമ്പർ ചെക്ക് ചെയ്തപ്പോൾ അതിന്റെ ഓഫീസ് നമ്മളെ വീട്ടിന്റെ 2 ബിൽഡിംഗ് അപ്പുറത്താണ്. അങ്ങനെ ഞാൻ രാവിലെ പോയി മീറ്റ് ചെയ്തപ്പോൾ ഞാൻ പിന്നെ ഫ്ലാറ്റ് അവൈലബിൾ ഉണ്ടായിരുന്നു. ബാക്കേ ഉള്ളൂ എന്നാണ് അവര് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയിട്ട് അവൈലബിൾ ഉണ്ടോ എന്ന് നോക്കാന്ന് പറഞ്ഞു. ഫ്രണ്ട് കിട്ടുമോ, ഇല്ലെങ്കിൽ പിന്നെ ബാക്ക് എടുക്കാനേ നിവർത്തിയുള്ളൂ. ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്, സ്റ്റക്കായി നിൽക്കുകയാണ്. ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിറ്റേ ദിവസം ഞാൻ പോയി. അന്ന് പോയപ്പോ അതിന്റെ യഥാർത്ഥ ഓണറുമായിട്ട് സംസാരിച്ച്, നാട്ടില് ഫോണിൽ സംസാരിച്ച പുള്ളിക്കാരൻ പറഞ്ഞ്, ഒരാഴ്ച മുമ്പ് ഫ്രണ്ട് സൈഡിൽ ഒരു ഫ്ലാറ്റ് ഒഴിഞ്ഞിട്ടുണ്ട്, വേറൊരാളൂടെ ഇൻട്രസ്റ്റഡ് ആണ്. ആദ്യം ആരാണോ ഇത് തരുന്നത് നമ്മൾ അവരുമായിട്ട് മൂവ് ചെയ്യുന്നു. പുള്ളിക്കാരൻ അപ്പൊ തന്നെ ചെക്ക് എഴുതി കൊടുത്ത്. സത്യം പറഞ്ഞാൽ പൈസ ഉണ്ടായിട്ടൊന്നും അല്ല എഴുതി കൊടുത്തത്, നമുക്ക് എങ്ങനെ അത് വാങ്ങിക്കാൻ പറ്റുന്നുള്ള ഒരു ചിന്തയും ഇല്ല. സഡൻലി അങ്ങ് സംഭവിക്കുകയാണ്. ഞാനിങ്ങനെ ഷോക്ക് അടിച്ചതൊന്നും ഇരിക്കണം, എന്ത് കണ്ടിട്ടാണ് ഇതൊക്കെ എഴുതി കൊടുക്കുന്നത് ചെക്കൊക്കെ. അത് കഴിഞ്ഞ് 2020 മാർച്ച് തുടക്കത്തിലാണ് ഇത് സംഭവിക്കുന്നത്. 2020 മാർച്ച് എൻ്റെ ആയപ്പോഴത്തേക്ക് ഈ ദുബായ് മൊത്തവും നിശ്ചലമായി കഴിഞ്ഞു, കോവിഡ്. അപ്പോൾ അതിന്റെ ഇടയിൽ ഞാനപ്പോൾ ചോദിക്കുന്നു, നമ്മൾ എങ്ങനെ ഇതിന്റെ പൈസയുടെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ അത് വേറൊരു മിറാക്കിളാണ്. വിത്തിൻ 10 days ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഞങ്ങൾക്ക് ഇതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്ത്, ഞങ്ങൾ ഇവിടുത്തെ ഡോക്യുമെന്റ് എല്ലാം കൊടുക്കുമ്പോൾ അവർ അപ്രൂവ് ചെയ്ത് വിടുകയാണ്. അവർ തന്നെ പറഞ്ഞാൽ അവരുടെ ചരിത്രത്തിൽ 10 ദിവസത്തിൽ ഇത്രയും വലിയ എമൗണ്ട് ഓഫ് ലോണ് അവരുടെ ബ്രാഞ്ചിലെ ഏറ്റവും വലിയ എമൗണ്ട് ഞങ്ങൾക്കാണ് പെർമിറ്റ് ചെയ്തിരിക്കുന്നത് തന്നെന്ന്. അപ്പോൾ ഈ SBIയുടെ ദുബായ് ബ്രാഞ്ചിൽ സൈൻ ചെയ്യാൻ പോയപ്പോൾ പുള്ളി വിചാരിക്കുന്നത് ആപ്ലിക്കേഷൻ സൈൻ ചെയ്യാൻ പോകുന്നതാണ്. അവിടെ പോയിട്ട് എന്നെ വിളിക്കുന്നു, റാണി ഇവിടെ ലോൺ അപ്രൂവ് എന്നാണ് പറയുന്നത്. ഞാൻ പിന്നെ അതും ഒരു ബോധം പോയ ലക്ഷണം. അങ്ങനെ പക്ഷെ ആ പൈസ കൊണ്ടൊന്നും ആ ഫ്ലാറ്റ് വാങ്ങിച്ച് തീർക്കാൻ പറ്റില്ല, പിന്നെയും പൈസ വേണം. പക്ഷെ 2020 മാർച്ചോടെ നമ്മള് ലോക്ക്ഡൌണിൽ പോവുകയും പിന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ ഇങ്ങനെ നീണ്ടു പോവുകയും ചെയ്തപ്പോ നമുക്ക് ടൈം കിട്ടി. 2024 ഞാൻ 2014 എന്ന് വെച്ചാൽ 10 years ബിഫോർ ഞാനിട്ട ഫ്ലീറ്റ് ഓഫ് തോട്ട് 2024 മെയ്യില് ഞാൻ പാല് കാച്ചി കീറുന്നു.
ഇതിൽ 2020 മുതൽ 2024 വരെ വളരെ മോശം സമയമായിരുന്നു നമുക്ക്. പക്ഷേ ഞാൻ ആ തോട്ടം, ആ ഫ്ലാറ്റ് ആദ്യമായിട്ട് പൈലിംഗ് വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഒരിക്കലും മനസ്സിൽ കൂടെ ഇങ്ങനൊരു തോട്ടില്ല, ഇത് വാങ്ങിക്കാൻ കുറെ പൈസ വേണ്ടേ, ഇത് നമ്മളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുമോ, ഇതിപ്പോ എന്താണ് ഇതിന്റെ ചോദിക്കുന്ന വില, ഇങ്ങനെ ഒരു അന്താളിച്ച് നമ്മളിങ്ങനെ ഒരു ആ നെഗറ്റീവ് ഫീലിംഗ് ഞാൻ ഒരിക്കലും അതിലിട്ടില്ല. നമ്മൾ സൈൻ ചെയ്തിട്ടാണ് പൈസ ആലോചിക്കുന്നത്. അതുവരെ പൈസയെ പറ്റി ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല സത്യത്തിൽ. അത് സംഭവിച്ചില്ലേ. അപ്പോൾ എനിക്ക് 2014 ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഒരു കുന്തും അറിഞ്ഞൂടെങ്കിലും 2018-19 കാലഘട്ടത്തിലാണ് ഞാൻ സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് എൻ്റെ കയ്യിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുകയും അതിനെപ്പറ്റി കുറച്ചിങ്ങനെ വായിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂട്യൂബിൽ അവിടെ ഇവിടെയൊക്കെ കേൾക്കും, അങ്ങനെയുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ പോയതെല്ലാം പക്ഷേ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന അതേ തരത്തിലുള്ള ഫീലിങ്സും അതേ തോട്ട് ഫോമുമാണ് ഞാൻ സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അത് മാനിഫെസ്റ്റ് ആയത്. ഇത് നമുക്ക് കോൺഷ്യസ്ലി, ചില ആൾക്കാർക്ക് നമ്മൾ പറയില്ലേ, കഴിഞ്ഞ പ്രാവശ്യം കൂടെ നമ്മളെ ഗ്രൂപ്പിൽ പ്രാണിക് ഹീലിംഗ് പഠിക്കാൻ കാശ് വേണം, അത് ഇമ്പോർട്ടൻ്റ് ആണെന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പറയും അങ്ങനെ ഇടല്ലേ, അങ്ങനെ തോട്ടിടല്ലേ, കാശ് വേണോന്ന്. നമ്മളങ്ങ് ഇറങ്ങുക, അപ്പൊ അത് വരും കാശ്. ചിലപ്പോൾ സ്വർണം പണയം വെച്ചിട്ടായിരിക്കും കോഴ്സിന് പോണത്, പക്ഷെ സംഭവിക്കും, കോഴ്സ് നടക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ കാശ് വേണ്ടേ, കാശ് വന്നിട്ട് ലോകത്ത് ഒരു കാര്യവും നമുക്ക് നേടിയെടുക്കാൻ അപ്പൊ പറ്റൂല, വരും ആ സംഭവം. നമ്മളുടെ ആഗ്രഹം, നമ്മളെ തോട്ട്, നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ള തോട്ട് ആദ്യം ഇടുക. ഇതേപോലെ ഈ 2022 കാലഘട്ടങ്ങളിൽ കാറിനോടൊന്നും എനിക്ക് വലിയ ക്രൈസ് ഒന്നുമില്ല. എനിക്ക് കാറിന്റെ മോഡലുകളെ പറ്റിയും അറിയാം, മോഡലൊക്കെ അറിയാം, പക്ഷെ എനിക്ക് ഭയങ്കര ഇന്നത് തന്നെ വേണം, ഇന്നതുണ്ടെങ്കിലേ പറ്റൂ, അങ്ങനത്തെ ക്രൈസ് ഒന്നുമില്ല. ആ ഇടക്കാലത്ത് ഞാനൊരു അഡ്വർടൈസ്മെന്റ് കണ്ട ഒരു കാറിന്റെ. ആ കാറെന്ന് വെച്ചാൽ വെരി ബ്യൂട്ടിഫുൾ ഒരു കാറ്. അത് അവരുടെ ലേറ്റസ്റ്റ് മോഡലിന്റെ ഒരുപാട് സ്പെക്ക് ഉണ്ട് അതില്. അതായത് ഒരാള് റോഡിൽ ക്രോസ് ചെയ്താൽ വണ്ടി തന്നെ സഡൻലി ബ്രേക്ക് ചെയ്യും, ഫ്രണ്ടിൽ ഒരു വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ ഈ വണ്ടി ഓട്ടോമാറ്റിക്കലി അടയ്ക്കും, ഇപ്പം നമ്മൾ സ്ലീപ്പിംഗ് ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി പോയി പാർക്ക് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സോടെ ഈ കാർ ഒരു വാലി കൂടെ ഇങ്ങനെ വരുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. അതിന്റെ കളറും ബ്യൂട്ടിഫുൾ ഒരു കളർ, ഒരു ഗ്രേഷ്. ഞാൻ അങ്ങനെ സാധാരണ കാറിനെ കണ്ടിട്ട് അങ്ങനെ അഡ്മയർ ഒന്നും ചെയ്യാറില്ല. അപ്പോഴാണ് ഈ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് എനിക്ക് പണ്ട് വന്ന അതേ ഫീലിംഗ്, ഈ കാറ് കൊള്ളാലോ, ഈ കാർ എന്ത് രസം കാണാൻ എന്ന് ഞാൻ പറയുന്നു. എന്നിട്ട് എന്റെ ചുറ്റുമൊക്കെ ആരോ ഉണ്ട്, അവരെയൊക്കെ കണ്ട പുതിയ മോഡൽ കാറിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്, അടിപൊളിയല്ലേ, എന്ത് രസമുണ്ട്, ഇതിൽ ഇരുന്നാൽ എങ്ങനെ ഇരിക്കും, ആനയാണ് പൂനെയാണ് എല്ലാം ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഓ, ഞങ്ങൾ കാറൊന്നും വാങ്ങിക്കാൻ യാതൊരു പ്ലാനും ഇല്ലായിരുന്നു, ഒരു ഐഡിയ ഇല്ല. അപ്പോഴൊന്നും ഞങ്ങൾക്ക് അതും 2022 കോവിഡിന്റെ തന്നെ ഈ ഹാങ് ഓവർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും കാലഘട്ടത്തിലാണ് നമ്മള് കാറ്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല, ഇത് ഞാൻ പറഞ്ഞ് ഒരു 1.5 മാസത്തില് ആ കാറ് ഞങ്ങള് വാങ്ങിക്കേണ്ട സാഹചര്യം വന്നു. വാങ്ങിച്ചതിന് ശേഷമാണ് പിന്നെ കാശ് ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത്, അത് വേറെ കേസ്. അതും സംഭവിച്ചു. അപ്പോഴപ്പോഴാണ് എനിക്ക് ഒരു ലെവൽ വീഴുന്നത്, ഇത് ഇങ്ങനെയാണ് ഇതിന്റെ രീതി. നമ്മൾ ഒരു തോട്ട് ഇട്ടിട്ട് അതിന്റെ പിറകെ ഇതെങ്ങനെ സംഭവിക്കും, ഇത് എപ്പോ സംഭവിക്കും, ഇത് എവിടെ സംഭവിക്കും, എവിടെ നിന്ന് പൈസ വരും, ഇങ്ങനെയുള്ള 1000 കൂട്ടം കൺഫ്യൂഷൻ, ഒരു ഉപകാരം ഇല്ലാത്ത കുറെ തോട്ടെടുത്തിട്ടാൽ ആ സംഭവിക്കില്ല. അത് നമ്മളിൽ നിന്ന് അകന്നകന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു കാര്യം ആലോചിച്ച്, ഇപ്പൊ എനിക്കത് സംഭവിച്ചത് ലോ ഓഫ് അട്രാക്ഷന്റെ റൂളോ റെഗുലേഷൻസോ അറിഞ്ഞുകൊണ്ടല്ല എനിക്ക് സംഭവിച്ചത്. അത് അങ്ങനെ അങ്ങ് ആ ഫ്ലോയിൽ അത് സംഭവിച്ചതാണ്. പക്ഷെ അങ്ങനെ വരാത്തവർക്ക് കോൺഷ്യസ്ലി നമ്മൾ കുറച്ച് പ്രാക്ടീസ് എടുത്ത് കാര്യങ്ങൾ, ബെറ്റർ ഫീലിങ്സും ബെറ്റർ ഇതും നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി വരുമ്പോൾ ആ ഫ്ലോയിൽ നമുക്ക് പിടിക്കാൻ പറ്റും, ആ വൈബ്രേഷൻ ലെവലിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന്. ഇതിപ്പോ ഒരു ബുക്കിൽ എഴുതിയതല്ല, ഇത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ രക്തസാക്ഷി. അപ്പം നമ്മള് ഗുഡ് ഫീലിങ്സ് മണിയെ പറ്റി ഇട്ടില്ലെങ്കിൽ അത് നമ്മളെ നിന്ന് റിപ്പൽ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മള് ഒരാൾക്ക് ചാരിറ്റിക്ക് പൈസ കൊടുക്കുന്നെന്ന് വെച്ചോ,
അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഗ്രോസറി ഷോപ്പിൽ സാധനം വാങ്ങിക്കാൻ പോയെന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഓ ഈ സാധനത്തിന് ഇത്രയും പൈസയോ, ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കാൻ ഇതിനാ വാല്യൂ ഉണ്ടോ, ഇങ്ങനത്തെ പലതരം തോട്ടും നമ്മൾ പൈസ കൊടുക്കുന്നതിന് മുമ്പേ ഇടും. എന്നുവെച്ചാൽ നമുക്ക് എത്രത്തോളം മോശപ്പെട്ട ആ ചിന്തകൾ മനസ്സിൽ കൂടെ വിടാൻ പറ്റൂ, അതെല്ലാം ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇട്ടിട്ടാണ് ആ പൈസ കൊടുക്കുന്നത്. നമ്മൾ ടാപ്പ് ചെയ്യുന്നത് ഒന്നുമില്ല, നിങ്ങൾ കണ്ണടച്ചെങ്കിലും ടാപ്പ് ചെയ്യാൻ നോക്കും. അപ്പൊ ആ എമൗണ്ടെങ്കിലും കാണാതെ പോകുമല്ലോ. ആവശ്യമില്ലാത്ത കുറെ തോട്ടം ആ വഴി അങ്ങ് പോകും. ഈ നമ്മള് ഒരിക്കലും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴും ഇതിടും, വല്ലവരെയും സഹായിച്ചിട്ട് ഇങ്ങനെ പറയും, ഇങ്ങനെ ആവശ്യമില്ലാത്ത കുറെ വർത്താനം പറയും. അങ്ങനെയൊക്കെ നമ്മള് മണിക്ക് പുറകെ എന്തെങ്കിലും ചെയ്തിട്ട് വിട്ടാൽ അത് ഒരു ബാഡ് എനർജിയാണ് നിങ്ങൾ വിടുന്നത്. കാശ് നിങ്ങളെ കയ്യിലിരിക്കൂല, കാശ് കാശിന്റെ വഴിക്ക് പോകും. അപ്പം പിന്നെ ചില ആൾക്കാരുണ്ട്, കാശ് കൈകാര്യം ചെയ്യുന്നത് ഒരു റെസ്പെക്റ്റും ഇല്ലാതെ ഇങ്ങനെ കൊണ്ട് ഇടും, ഇതാ വേണമെങ്കിൽ എടുത്തോ എന്നും പറഞ്ഞിട്ട്. ഈ ചിലര് ബാങ്കിലൊക്കെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഇട്ടിട്ട് പിടിച്ചു പിടിച്ചു വരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പിൽക്കാലത്ത് വളരെയധികം കാശിന് വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ട്, സഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ കയ്യിൽ കാശ് നിൽക്കത്തില്ല, കാശ് അകന്നകന്നകന്ന് പോവേ ഉള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കാനുള്ളത്, കാശ് കയ്യിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ അടുത്ത് നമ്മൾ ലവ് കാണിക്കണം. ലവ് ഈസ് ദ അട്രാക്റ്റിംഗ് ഫോഴ്സ് ദാറ്റ് ബ്രിങ് മണി. ലവ് ഈസ് ഓൾസോ പവർ ദാറ്റ് മേക്സ് മണി സ്റ്റിക്ക്. അപ്പം നമ്മൾ ആ പൈസയോട് കാണിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ്, റെസ്പെക്റ്റ്, പൈസയെ പറ്റി പറയുമ്പോൾ പുറത്തോട്ട് വിടുന്ന ഫീലിങ്സ്, ഇതിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ കയ്യിൽ കാശ് നിൽക്കുന്നത്. അല്ലെങ്കിൽ വരുന്ന കാശ് അതേപോലെ പോകും. ഈ ഈ നമ്മൾ ചിലർ കണ്ടിട്ടുണ്ട്, മാനിഫെസ്റ്റ് ഒക്കെ ചെയ്ത് ലോട്ടറി ഒക്കെ അടിക്കും ചില ആൾക്കാർക്ക്. പക്ഷെ അവര് പറയും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് ലോട്ടറി വന്നതെന്നൊക്കെ. പക്ഷെ 5-6 നാൾ കഴിയുമ്പോൾ ഈ ഉള്ള പൈസയും പോയി, നിന്ന പൈസയും പോയി, എല്ലാം പോയ ഒരവസ്ഥയിൽ അവർ വന്നിരിക്കും. അതിന് കാരണം എന്താ പറയാ, അവരെ കയ്യിൽ കാശ് വന്നിട്ട് ഈ മണിയെ പറ്റിയുള്ള ഫീലിങ്സിൽ അവർക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അവര് പഴയ പടിയിൽ തന്നെ നിൽക്കുന്നത്. ദേ ഡോണ്ട് ചേഞ്ച് ഹൗ ദേ റിയലി ഫെൽറ്റ് അബൌട്ട് മണി. അങ്ങനെയുള്ളവരെ കയ്യിൽ മണി സ്റ്റിക്ക് ഓൺ ചെയ്യത്തേ ഇല്ല. അത് പോവും. ഇപ്പൊ നമ്മള് വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മളൊരു ഒരു ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, കുറെ ആൾക്കാരുണ്ട്. നമ്മളൊരു റിലേറ്റീവിനോ ഫ്രണ്ട്സ് സർക്കിളിലോ ആർക്കെങ്കിലും നല്ലൊരു ഹാപ്പി ന്യൂസ്, അതിലെ സക്സസ്, എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് നമ്മൾ കേൾക്കാൻ, അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളും ആ സെയിം കൈൻഡ് ഓഫ് വൈബ്രേഷനിലാണ് നമ്മൾ അപ്പോഴും. അതുകൊണ്ടാണ് നമ്മൾ ആ ന്യൂസ് കേൾക്കാൻ തന്നെ കാരണം. നമ്മൾ ഗുഡ് വൈബ്രേഷൻ ലെവലിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ന്യൂസ് അപ്പം കേൾക്കാൻ പറ്റുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഫർമേഷൻസ് പറയാൻ പറ്റുമെങ്കിൽ പറയണം. അവരുടെ സക്സസിൽ നമ്മൾ ഹാപ്പി ആവണം. നമ്മൾ യെസ് ടു മണി പറയണം. യെസ്, ദാറ്റ് ഈസ് എ ഗുഡ് ടൈം ടു ഗീവ് ഫ്ലോ മണി ടു അസ് എന്നുള്ള അഫർമേഷൻ, അതുപോലത്തെ യെസ് പറയാം. ചിലരുണ്ട്, ഏതെങ്കിലും ബന്ധുക്കൾക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് അറിയുമ്പോൾ നമുക്ക് മനുഷ്യന്മാരാണല്ലോ, നമുക്ക് അങ്ങനെ തോന്നും, ഒരു ജലസ്, അവൻ ആ ജോലി കിട്ടിയല്ലേ, അവക്ക് പൈസ കിട്ടിയല്ലേ, നമുക്കൊരു വല്ലാത്ത ഒരു വിഷമം തോന്നുന്ന ഒരു സംഭവം, ഘട്ടങ്ങൾ വരും. അങ്ങനെയെന്ന് വെച്ചാൽ വരണ പൈസ നമ്മൾ നോ എനിക്ക് പൈസ വരണ്ട എന്ന് നമ്മൾ ഓട്ടിക്കുന്നതിന് തുല്യമാണ്. അതാണ് യഥാർത്ഥം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും നല്ലത് കിട്ടിയാൽ നമ്മളത് ഹാപ്പി ആവാനും ആ വൈബ്രേഷനിൽ നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടുള്ള അഫർമേഷൻസ് പറയുവാനും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതൊരു മെയിൻ ഫാക്ടർ. നമ്മൾ പല സ്ഥലത്തും പോയിട്ട് നമ്മൾ കാണിക്കുന്നത് ജലസൊക്കെയാണ്, നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്, നമുക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ വരും. ആ ഫീലിംഗ് വരുമ്പോൾ നമുക്ക് ഇപ്പം വേറൊരു കാര്യമുണ്ട്, നമുക്കൊരു സാലറി, അതെല്ലാം വിടും, നമ്മളെ സാലറി നമ്മളെ അക്കൗണ്ടിൽ തന്നെ വരുമ്പോൾ എത്ര പേര് ഹാപ്പിയോടെ, അത് ഗ്രേറ്റ്ഫുള്ളോടെ നമ്മളത് സ്വീകരിക്കുന്നുണ്ടെന്ന് നമ്മൾ പലപ്പോഴും, നമ്മൾ വാങ്ങിച്ച ഉടനെ നമ്മൾ പാലുകാരന് പൈസ കൊടുക്കണം, മീൻകാരിക്ക് പൈസ കൊടുക്കണം, ഗ്രോസറി ഷോപ്പിൽ ഇത്ര പൈസ കൊടുക്കാണ്ട്, ട്യൂഷൻ ഫീസ് ഇത്ര കൊടുക്കാൻ, ഈ ചെലവുകളുടെ പറ്റി കൂമ്പരോ ഈ വരുന്ന പൈസ ഒന്നിനും തികയില്ല. ഈ തോട്ടല്ലേ നമ്മൾ സാധാരണക്കാരായ മനുഷ്യന്മാരെല്ലാം ഇടുന്നത്, ഈ തോട്ടാണ്. വരുന്നതിന് മുമ്പേ അത് കൈ നോടിപ്പോകുന്ന തരത്തിലുള്ള
സംഭവങ്ങളാണ് നമ്മൾ ഇടുന്നത്. അത് അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയാണ് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സത്യത്തില് നമ്മളെ ബ്രെയിൻ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളുടെ ചുറ്റുപാടിൽ നമ്മളെ മദറൊക്കെ അങ്ങനെയാണ് കാണിക്കുന്നത്, നമ്മൾ കാണുന്നതും അതാണ്. നമ്മളെ ചുറ്റുവട്ടത്തുള്ളവർ ഇതൊക്കെയാണ് കാണിക്കുന്നത്. അത് കണ്ടിട്ടാണ് നമ്മൾ ആ ആ ഒരേ സെയിം പാറ്റേണിൽ ആ സെയിം മെത്തേഡിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മളിലും അതേ വരും. പക്ഷേ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമുക്ക് വരുന്ന പൈസയിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കയ്യിൽ പൈസ നിൽക്കുകയുള്ളൂ. വരുന്ന പൈസ അതിൻ്റെതായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനും പറ്റുള്ളൂ. പൈസ നമ്മളെ സ്നേഹിക്കുള്ളൂ, നമ്മൾ പൈസയും സ്നേഹിക്കുള്ളൂ. അത് ഇതെല്ലാം ഫീലിങ്സിന്റെ ഒരു 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 കുഴപ്പം കൊണ്ട് സംഭവിക്കുകയാണ്. പിന്നെ നമ്മളുടെ ചുറ്റുപാടുകളും നമ്മൾ അങ്ങനെയാണ് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടല്ലേ. ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ മാറാൻ തയ്യാറാണ്. ഇപ്പം എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ, നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ നമ്മൾ അത് ഇരുന്ന് ചിന്തിക്കൂല, എന്താണ് സംഭവിച്ചിരിക്കുക. അന്ന് രാത്രി ആൽക്കഹോളോ ഡ്രഗോ യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങുമ്പോൾ ആ സമയത്തേക്കുള്ള ഒരു ഇതല്ലേ വരും. ഇപ്പം നമുക്ക് ബാക്ക് ടു ബാക്ക് നെഗറ്റീവ് തിങ്സ് ആണ് ഹാപ്പൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കാരണം തിരക്കാതെ നമ്മൾ അന്നത്തെ രാത്രി എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടാൻ വേണ്ടി ആൽക്കഹോൾ യൂസ് ചെയ്ത് ഡ്രഗ് യൂസ് ചെയ്ത് കിടന്നുറങ്ങിയാൽ നമ്മുടെ ലൈഫിൽ എവിടെ സക്സസ് വരൂലല്ലോ. മിക്ക ആൾക്കാരും നമ്മൾ കാണുന്നത്, എനിക്കിന്ന് ഭയങ്കര ബാഡ് ഡേ ആയിരുന്നു, ഡേ ഞാൻ യൂസ് ചെയ്തു. അതൊക്കെ വെറും എക്സ്ക്യൂസസ് മാത്രമാണ്. അതുകൊണ്ട് ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരും, അവരെ ഹെൽത്ത് പോകുന്നല്ലാതെ വേറെ ഒരു ഗുണവും വരാനുള്ള ഒരു സാധ്യതയില്ല. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് തിങ്സ് ടു മൾട്ടിപ്ലൈ ദ മണി. All the time we give more value than the money you are receiving, whether it is a business or career, whatever it is. നമ്മൾ മണിയുടെ അടുത്ത് യെസ് പറയണം, എങ്കിൽ മാത്രമേ ആ കരിയർ തന്നെ ടേക്ക് ഓഫ് ചെയ്യുള്ളൂ. വളരെ പിന്നെ ഹ്യൂമൻ മൈൻഡ്സ് ആർ ലിമിറ്റഡ് ആണ്. പക്ഷേ ഇന്റലിജൻസ് ഓഫ് ലവ് അൺലിമിറ്റഡ് ആണ്. അപ്പൊ നമ്മളുടെ ലൈഫിനെ ലിമിറ്റ് ചെയ്യരുത് വെറും മണി കൊണ്ടു. ഈ പവർ ഓഫ് ലവ് യൂസ് ചെയ്ത് മണി മാത്രം അല്ല, നമുക്ക് മണി ഒരു ടൂൾ മാത്രമാണ് ലൈഫിന്റെ. പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് എൻ്റെ മോള് പഠിക്കുന്ന സ്ഥലത്തുനിന്ന് അവൾക്ക് ഇന്റേൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം UK ഇന്റേൺഷിപ്പ്. അപ്പൊ അവൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അങ്ങോട്ടൊന്നും അപ്പൊ ഈ അടുത്ത സമയത്താണ്, കഴിഞ്ഞ വർഷമാണ്. അപ്പൊ ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയ കുറെയൊക്കെ പഠിച്ചും ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തൊക്കെ ഇരിക്കുന്ന സമയം നമ്മളുടെ സ്പിരിച്വൽ ലീഗിന്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് മൈൻഡ് സെറ്റ് ഒക്കെ വെച്ചിരിക്കുകയാണ്. ആ കാലഘട്ടങ്ങളിലാണ് ഇവക്ക് ഇന്റേൺഷിപ്പ് കുറെ ഇന്റർവ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ക്ലിക്ക് മീൻസ് ഫൈനൽ റൗണ്ട് വരെ വരുന്നില്ല. അങ്ങോട്ടും ഇപ്പൊ കിട്ടൂല. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ മോള് പറഞ്ഞു, മമ്മ എന്തൊക്കെയോ ചെയ്യുമല്ലോ, എനിക്ക് വേണ്ടി ഇതൊന്ന് ചെയ്തൂടെ. അവള് വിചാരം അപ്പോ ദോശ ചുട്ടോണ്ട് വരുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള അവള് വിചാരിക്കും. അപ്പം സത്യത്തില് ഞാൻ എന്തെങ്കിലും വിചാരിക്കുമ്പോ ഞാനങ്ങ് ഭയങ്കര ഇന്റൻസിറ്റി ഇട്ട് അങ്ങനെ ചിന്തിക്കുന്ന ടൈപ്പ്. അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്താൽ അത് വർക്കാവുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഞാനൊരു ഫ്ലീറ്റ് ഓഫ് തോട്ട് ഇട്ട് ഇന്ന സ്ഥലത്ത്, കാരണം കുറെ ഇന്റർവ്യൂ എടുത്തതിൽ ഒന്നാണ് ഞാൻ സെലക്ട് ചെയ്തത്, അതിൽ ഒന്നേ സെലക്ട് ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൽ പവർ ഓഫ് ലവും അത് ഉണ്ടെന്ന് പറയുന്നത്. അവളൊരു 5 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അതിൽ ഒരു ഇന്റർവ്യൂ അതിൽ നിന്ന് ഒരു ഇതെടുത്ത് എന്നിട്ട് ഞാൻ അങ്ങ് മനസ്സ് വിചാരിച്ചു, അതൊരു ബാങ്ക് ആയിരുന്നു. അപ്പം എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിറ്റിയും കൂടെയാണ് ഈ ലണ്ടൻ. അപ്പൊ എനിക്ക് അവിടുത്തെ കുറെ സ്ഥലങ്ങൾ അറിയാം. അപ്പൊ ഇവൾ ആ ടാഗ് ഇട്ട് അതിലെ പല സ്ട്രീറ്റിലൂടെ നടന്നു വരുന്നതായിട്ട് എനിക്ക് നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. എനിക്ക് സ്ഥലം അറിയുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കും. അത് ഞാൻ കിടക്കാൻ പോകുന്നതിനൊരു ആ സമയങ്ങളിലാണ് ഞാൻ കൂടുതലും ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവൾ ആ ബാങ്കിലോട്ട് കയറിപ്പോന്നു, അവൾ ആ ടാഗ് ഇട്ട് വരുന്നു, ഹാപ്പി ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു, മീറ്റിങ്ങിന് പോകുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഇങ്ങനെ കണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൽ അവൾക്കൊരു ദിവസം കോൾ വന്ന ആ ബാങ്കിൽ തന്നെ അവൾക്ക് കിട്ടി. അപ്പോ ഞാൻ സർപ്രൈസ് ആയില്ല, അവള് സർപ്രൈസ് ആയി. എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു അവിടെ കിട്ടുമെന്ന്. വേറെ ഒന്നും പോലെയില്ലായിരുന്നു, അത് അവിടെ തന്നെ കിട്ടുമെന്ന് എനിക്ക് ഭയങ്കരമായ
ഒരു ഇന്നറിൽ നമുക്കൊരു പറയുമല്ലോ, അത് ഉറപ്പായിട്ടുണ്ടെന്ന്. എത്രയോ കുട്ടികളിൽ നിന്ന് 50 പേരെ സെലക്ട് ചെയ്തുള്ളൂ, 50 പേരിൽ നിന്നാണ് അവളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ്. ഓക്കെ, അവള് വർക്ക് ചെയ്തു, അത് വേറെ കേസ്. നമ്മളിത് ചിന്തിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന സംഭവമൊന്നും വരൂല. നമ്മൾ ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. ആക്ഷൻ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, എന്റെ തോട്ട് ഒരു സൈഡിൽ പോകുന്നുണ്ട്, യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അത് ചേരുമ്പോഴാണ് അത് എല്ലാ കാര്യങ്ങളും അത് മാനിഫെസ്റ്റ് ആയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ലവ്, പവർ ഓഫ് ലവിന്റെ റൂളില് ഒരു ഒരു കാര്യമുണ്ട്. അത് ഞാൻ പാരഗ്രാഫായിട്ട് തന്നെ വയ്ക്കാം, അത് തെറ്റിപ്പോകരുത്. കാരണം അങ്ങനെ നമുക്ക് പണി കിട്ടുന്ന ഒരു പരിപാടിയുണ്ട്. ദർ ഈസ് വൺ റൂൾ വിത്ത് മണി: യു ക്യാൻ നെവർ പുട്ട് മണി എ ഹെഡ് ഓഫ് ലവ്. ഈ മണിയുടെ മുകളിലാണ് ലവ് എപ്പോഴും, അല്ലാതെ ഈ മണിയാണ് എല്ലാം എന്നുള്ള ആ തോട്ട് വെച്ചിട്ട് നമ്മൾ ഒന്നും കളിക്കരുത്. ഇഫ് യു ഡു, യു വയലേറ്റ് ദ ലവ്സ് ലോ അട്രാക്ഷൻ. നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ലോയുടെ എഗെയിൻസ്റ്റ് ആണ്. ലോ ഓഫ് ലവ്സിന്റെ ലോ ഓഫ് അട്രാക്ഷന് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ ആ തോട്ട് പ്രോസസ്. ആൻഡ് യു വിൽ സഫർ ദ കോൺസിക്വൻസസ്. Love must be the ruling force in your life. Nothing can ever be put above love. Money is a tool for you to use, and you bring it to yourself through love. But if you put money ahead of love in your life, it will cause you to receive whole bunch of negative things. You can't give love for money and then walk around being rude and negative to people, because if you do that, you open the doors of negativity to walk into your relationship, health, happiness and finances. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞ ഒരു തരം കർമ്മ വാങ്ങിച്ച് പിടിക്കുമെന്നാണ് പറയുന്നത്. നമ്മള് ഇതിൽ കളിച്ചാൽ, ഏതില്, ഈ എഗെയിൻസ്റ്റ് ദ റൂൾ ഓഫ് ലോ ഓഫ് അട്രാക്ഷനിൽ കളിച്ചാൽ നമുക്കത് പണി വരും. അതെപ്പോഴും നമ്മളെ മൈൻഡിൽ വെച്ചിരിക്കണം. അതായത് സ്നേഹമാണ് അഖില സാര മൊഴി എന്നല്ലേ പറയുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ നമ്മൾ ഒന്നും വെക്കരുത്. നമ്മളുടെ യഥാർത്ഥത്തിൽ ദ ബ്യൂട്ടി ഓഫ് ലൈഫ് ഇസ് ദാറ്റ് വെൻ യു പുട്ട് ലവ് ഫസ്റ്റ്, all the money you need live a full of life comes to you എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് നിർത്തുന്നു. പോരെ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഹലോ. സൂപ്പർ. ഇതെല്ലാം എന്റെ ജീവിത കഥയാണ് ഞാൻ പറയുന്നത്. ഒരു തള്ളുമില്ല, ഒരു തള്ളുമില്ല, അടിപൊളി, ഒരു തള്ളുമില്ല. അടിപൊളി, അടിപൊളി, ജീവിതമാണ് എന്റെ സന്ദേശം. പൊളിച്ചു, 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 പൊളിച്ചു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. Thank you for joining. ലോട്ട്സ് ഓഫ് ലവ്. Thank you very much. റാണി മാഡം നല്ല രസമായിട്ട് സംസാരിച്ചു. ആണോ? ഇതാണ് എന്റെ ശൈലി. അടിപൊളി, അടിപൊളി റാണി ചേച്ചി, അടിപൊളി. Thanks everyone. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ട്രിവാൻഡ്രം സ്ലാങ്ങും പിന്നെ ആ പറഞ്ഞ രീതിയും ഞാൻ തിരുവനന്തപുരല്ലേ പറയാൻ പറ്റൂ. അടിപൊളിയായി. അല്ല, എക്സ്പീരിയൻസസ് വഴി സംസാരിക്കുന്ന സമയത്തെ നമ്മള് ബുക്കിൽ വായിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു തിയറി പഠിക്കുന്ന പോലെയോ അല്ല. എക്സ്പീരിയൻസ് സ്പീക്സ് ലൗഡർ ദാൻ എന്തിനെക്കാട്ടിലും. അത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. സൂപ്പർ, 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 സൂപ്പർ. അതുകൊണ്ടാണ് ഏതെങ്കിലും ബുക്കിൽ എഴുതി വെച്ചാൽ നമുക്ക് അവരെ അറിയത്തൂല്ല. നമ്മൾ വെറുതെ പറയാനല്ല, നമുക്ക് ഫീലിങ്സ് ഒന്നും വരാൻ പോകുന്നില്ല. അതെ, 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 അതെ. ഉള്ള സംഭവം നമ്മൾ പറയുമ്പോ പിന്നെ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവും. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എവരി വൺ. ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടോ? ഇതൊക്കെ തന്നെ, ഇതൊക്കെ പിന്നെ വെയിലത്ത് പാടില്ലെന്ന് അറിയത്. അതേ പറയാലോ, നിർമ്മലിന് ഞാൻ പറഞ്ഞില്ല 2022 മുതൽ 2025 തുടക്കം വരെ വളരെ ചലഞ്ചിങ് ടൈമാണ്. അതിന്റെ ഇടയിലാണ് ഞാൻ നിർമ്മലിനെ കാണുന്നതും. ഈ ബാക്ക് ടു ബാക്ക് ബാഡ് തിങ്സ് വരുമ്പോൾ നമ്മള്
അത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഇതുപോലുള്ള കൺസൾട്ടേഷൻസ് എടുക്കണം. അത് നമുക്ക് ദൈവം, അതാണ് പറഞ്ഞത്, വെള്ളം അടിച്ച് എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങിയാൽ നമുക്ക് സൊല്യൂഷൻ ദൈവം കൊണ്ടുതരില്ല. നമ്മളിരുന്ന് ചിന്തിക്കുമ്പോൾ ദൈവം നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവരും. ആ കൊണ്ടുവന്ന് നിർത്തിയതാണ് നിർമ്മലിനെ പോലെ ഒരാള്. ആദ്യമായി കൺസൾട്ടേഷൻ ചെയ്താണ് എന്റെ ബ്ലോക്കും പ്രശ്നം എവിടെയാണെന്ന് ഞാൻ റെക്ടിഫൈ ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി. 2025 ബിഗിനിങ്ങിലോട് എന്റെ ബ്ലോക്ക് മാറി, എനിക്കുണ്ടായിരുന്ന പ്രോബ്ലം. കാരണം ഓഫ്കോഴ്സ് ഈ കോവിഡ് ഒരു ഹിറ്റായിരുന്നു നമുക്ക്, പക്ഷെ അതുകൊണ്ട് നമ്മൾ അങ്ങ് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ അതിന് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻഡ്. അടിപൊളി. അല്ല സത്യം കേട്ടോ, ഭയങ്കര നിലവിളി ആയിരുന്നു 2025. വേറെ 2024 ആയിരുന്നു നിർമ്മല ഭയങ്കര. ഭയങ്കര 24 എന്റെ നിലവിളി കൂടുതൽ കേട്ടത്. 25 മാർച്ച് രാവിലെ കോള് വരും റാണിവാണം. ഓ മൈ ഗോഡ് നിർമ്മലേ. പക്ഷെ എന്താ അതിപ്പോ പറഞ്ഞ പോലെ അത് ആ വെള്ളടിച്ച് അങ്ങനെ കിടക്കാം, അല്ല അങ്ങനെ അത് ഡ്രോപ്പ് ഓഫ് ആവുകയില്ല. അതിന് എന്തെങ്കിലും ഇനിയൊരു മാറ്റം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോരാ, ശക്തമായി പറയണം. പക്ഷെ അതിനോടൊരു പെർമനന്റ് സൊല്യൂഷൻ കിട്ടിയ പോലെ നമ്മൾ അവിടെ എത്തി. സന്തോഷം. താങ്ക് യു വേണം. ഓക്കെ ശരി, അപ്പൊ ബൈ ബൈ. ഇല്ല പോവല്ലേ വിടല്ലേ. ചോദിക്കടാ ശരത്ത്, അയ്യൊക്കെ നോക്കിക്കുന്നത്. ഓ അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. ഇനി 1-2 കൂടെ ഉണ്ട്, എല്ലാം കൂടെ എടുത്താ നിങ്ങൾ ബോറാന്ന് വിചാരിച്ചാണ് ഞാൻ. എനിക്ക് നിങ്ങളെ കണ്ടൂടല്ലോ. അല്ല ഞങ്ങൾക്ക് കാണാലോ, റാണിമത്തിന് കാണില്ലേ ഞങ്ങളാ? എനിക്ക് ആരെയും കണ്ടൂടാ. നോക്കിയാ മതി, സൈഡിലുണ്ട് വ്യൂ, ഗാലറി വ്യൂ നോക്കിയാ മതി. എവിടെ? ഒരു മിനിറ്റ്, മോറിലാണോ? അല്ല സൈഡിലോട്ട് തിരിച്ചേ, റൈറ്റോട്ട്. ആ മിനിമൈസ് ബട്ടന്റെ അടുത്ത് കാണാം. ഒരു മിനിറ്റ്. എന്റെ ഐഫോണിനകത്ത് കാണുന്നില്ലല്ലോ പാർട്ടിസിപ്പൻസ്. ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ മതി. ചേടാ എല്ലാരും ഉണ്ട്. മോശമായിപ്പോയി. ഭാഗ്യം നിങ്ങളെ മുഖം കാണാത്തത്. ഭാഗ്യം ആരും മുഖം കാണാത്തത്. അടിച്ച് മിന്നിച്ച് ഇങ്ങനെ വീഡിയോ പോകുന്നത്. എനിക്കിനി 5-6 കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഇത്ര വരല്ലേ ഉള്ളു. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. എന്റെ ഇത്ര വരല്ലേ ഉള്ളു, 5-6. എന്റെ മോക്കുണ്ടല്ലോ, അവക്ക് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ വരും. അവള് അണ്ടർ ഗ്രാജുവേഷൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ട് അഡ്മിഷൻ നിൽക്കണം. അപ്പോൾ USA അപ്ലൈ ചെയ്തിട്ടുണ്ട്, അവള് ലണ്ടനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് USA പോകുന്ന ഭയങ്കര ഒരു വെപ്രാള കേസ് എന്ന് വെച്ചാൽ അവിടെ ഷൂട്ടിംഗ് ഉണ്ട്. കോളേജിൽ കയറി ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ സ്ഥിരം. എനിക്കാകെ ഒരു മോളേ ഉള്ളൂ, എനിക്കൊരു വെപ്രാളം. പിന്നെ ഈ അണ്ടർ ഗ്രാജുവേറ്റില് +2 കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് ഇത്രയും ദൂരത്ത്, ഇവിടെ നിന്ന് 18 മണിക്കൂർ ദൂരത്ത് അവളെ വിടാൻ എനിക്കൊരു പേടി. അപ്പം അതിന് മുന്നോടിയായിട്ട് നമ്മളൊന്ന് അവിടെ പോയി യൂണിവേഴ്സിറ്റി ഒക്കെ കാണുകയൊക്കെ ചെയ്തു. എനിക്ക് കണ്ടപ്പോഴേ എനിക്ക് അവിടുത്തെ വൈബൊന്നും എനിക്കത്ര പിടിച്ചില്ല. ഞാൻ അന്ന് തൊട്ടേ അഗെയിൻസ്റ്റ് ആണ്. പക്ഷെ ഇവള് ഒറ്റക്കാലി നിൽക്കും, അവിടെ തന്നെ പഠിക്കും. അപ്പൊ ഞാൻ മനസ്സിൽ അപ്പോഴേ വിചാരിച്ചു എന്ന് പറഞ്ഞ. അതിനുശേഷം എന്ത് പറ്റി, ഇവള് ലണ്ടനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ USA അവര് വിടും. അവര് ഇത് ചെയ്യും, ഇത് കിട്ടും, നമുക്ക് അഡ്മിഷൻ കിട്ടും. അതിനുശേഷം മാർക്ക് വന്നാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവിടെ അങ്ങനെയാണ് സിസ്റ്റം. പക്ഷെ ഈ ലണ്ടനിൽ ഇവള് 3 ഹൈ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ട് അവിടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടുള്ളൂ അഡ്മിഷൻ. അപ്പൊ ആദ്യമേ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ എന്താണ് അവർക്ക് കിട്ടിയത്, അവിടെ നിന്ന് വന്ന് USA. ഞാൻ അപ്പോഴേ നിൽക്കുകയാണ്, പോവാൻ പറ്റൂല. പക്ഷെ ഇവര് ഫാദറും ഡോട്ടറും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്ന് അപ്പൊ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ലണ്ടനിലുണ്ട്, കിങ്സ് കോളേജ് എന്ന് പറയും. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന, അതായത് അവർക്ക് A*A വേണം. A* കോവിഡ് കഴിഞ്ഞ് നിൽക്കുന്ന സമയം 2021 എൻ്റെ ആയപ്പം എക്സാം ഭയങ്കര പാടായിരുന്നു. പലതും നമുക്ക് ഓൺലൈനൊക്കെ ആയിരുന്നു, ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു എക്സാം ഒക്കെ പിള്ളേർക്ക് എല്ലാവർക്കും. ആ ഇയറിലെ മാർക്കേ ഭയങ്കര ബോറ് മാർക്കാണ് എല്ലാവർക്കും വന്നത്. അപ്പൊ ഇവള് പറഞ്ഞ് ഭയങ്കര ടഫായിരുന്നു എക്സാം. ഈ കിങ്സ് കോളേജിൽ A*A വേണം, അല്ലാതെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അത് കിട്ടിയാൽ നീ കിങ്സിൽ പോവോന്ന് ചോദിച്ചു.
ഉറപ്പായിട്ടും അത് എൻ്റെ ഒരു ഡ്രീം കോളേജാണ്. ഞാൻ കിങ്സ്. അപ്പം എനിക്കൊരു സമാധാനമായി. ഇവിടെ നിന്ന് 6 മണിക്കൂർ നമുക്ക് ട്രാവലിങ്ങും ഉള്ളൂ. പിന്നെ സിസ്റ്ററിലോ അവിടെ ഉണ്ട്. നമുക്കൊരു ഫാമിലി എൻവയോൺമെന്റ് അവിടെ ഉണ്ട്. അപ്പൊ ഒരു സമാധാനം. ഓക്കെ, അവൾ അവിടെ വിടുന്നത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല, ഞാൻ വളരെ ഞാൻ തുടക്കം മുതലേ എൻ്റെ തോട്ടം അതിലുണ്ട്. ഈ കോളേജ് ഇവര് 1 കൊല്ലം കൊണ്ട് അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് നടന്നെങ്കിലും എനിക്ക് ആ കാലം തൊട്ടേ കിങ്സ് കോളേജ് എന്നാണ് എൻ്റെ ബ്രെയിനിൽ നിന്ന് പോണം. അത്ര വൈബ്രേഷന്. മാർക്ക് ദൈവം സഹായിച്ച് അവൾക്ക് കിട്ടുകയും അവള് കിങ്സ് കോളേജിൽ പോവുകയും അവിടെ ദൈവം സഹായിച്ച് പഠിച്ച് ലാസ്റ്റ് ഇയർ നടക്കുകയാണ്. അപ്പം അന്ന് എൻ്റെ മോക്ക് മനസ്സിലായി ഇതെന്റെ മാനിഫെസ്റ്റേഷൻ കൊണ്ടാണ് എന്നെ ഇവിടെ തളച്ചിട്ടിരിക്കുന്നത്, ഈ ലണ്ടനിൽ തളച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവള് കൂടെ എന്ന് പറയുന്നത്. ഈ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ എനിക്ക് ഇതൊന്നും വേണം, എനിക്ക് അതൊന്നും, ഞാൻ ഇതെന്തോ അങ്ങനെയൊന്നും ഇത് വരൂല. അങ്ങനെ എൻ്റെ ലൈഫിൽ വളരെ വീട്, കാർ, ഇങ്ങനെ പല സംഭവങ്ങളും ഈ എൻ്റെ ഫ്ലീറ്റ്. പക്ഷെ അതൊരു ഫ്ലീറ്റ് ഓഫ് തോട്ട് ആയിട്ടാണ് എനിക്ക് ആദ്യം എൻ്റെ എക്സ്പീരിയൻസിൽ വരുന്നത്. അതിനുശേഷമാണ് പിന്നെ അതില് വർക്ക് ഓൺ. പിന്നെ ഓക്കെ, അവള് പഠിക്കാൻ കൂടെ വേണം, അല്ല ഞാൻ വെറും ഫ്ലീറ്റ് ഓഫ് തോട്ട് ഇട്ടോണ്ടിരുന്നിട്ട് ഇവിടെ കാര്യമില്ല. അവളുടെ വർക്ക് ചെയ്തു, അത് നേടിയെടുത്തു. അങ്ങനെ ഒരു സംഭവം കൂടെ എൻ്റെ ഇടയിലുണ്ട്. പിന്നെ ഒരുപാട് പറഞ്ഞാൽ നിനക്ക് നീണ്ടു പോകുന്ന മേടിച്ചിട്ടാണ് ഞാൻ അതുകൂടെ പറയാത്തത്. ഓരേ ചോദ്യമൊന്നുമില്ല, ശരത്തൊന്നുമില്ല ചോദിക്കാൻ. എല്ലാവർക്കും എല്ലാം മനസ്സിലായി. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ റാണി മാഡത്തിന് ഒരു യുണീക്നെസ് ഉണ്ട്. പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ എന്താ പറയാ, ചില്ലാണ്. ആ ഒരു നോർമൽ ടോക്കിംഗ് പോലെ ഉണ്ട്. പൊളിയാണ്, അടിപൊളിയാണ്. താങ്ക് യു. വേറെ എന്തെങ്കിലും മെത്തേഡ്സ് എന്തെങ്കിലും യൂസ് ചെയ്ത വേറെ എന്തെങ്കിലും ടിപ്സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അല്ല, എനിക്ക് 2014 സമയത്തൊന്നും ലോ ഓഫ് അട്രാക്ഷനെ പറ്റി അറിയത്തില്ല. അത് കഴിഞ്ഞ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതായിരുന്നു എൻ്റെ മോക്ക് ഈ ബാങ്കിൽ ഒരു ഇത് കിട്ടിയത്. അവിടെ ഞാൻ പയറ്റിയിട്ടുണ്ട്. നിർമ്മലിന്റെ പല ക്ലാസ്സിലെ പലതും ഞാൻ എടുത്ത് പയറ്റിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആ ബാങ്കിന്റെ ടാഗെല്ലാം ഞാൻ കൈകൊണ്ട് വരച്ചിട്ട് അതിവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇവൾ ഇട്ടോണ്ട് വരുന്ന പിക്ചർ. അങ്ങനെ അതായത് വിഷൻ ബോർഡ് പോലെ അതുപോലെ ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതലും. പക്ഷെ ഞാൻ കിടക്കുന്നതിന് 15 മിനിറ്റ് മുമ്പൊക്കെയാണ് ഈ പരിപാടി ചെയ്തോണ്ട്. ഞാൻ ഈ ലേറ്റസ്റ്റ് ഈ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ മണി ഫ്ലോ വന്നെന്ന് പറഞ്ഞില്ലേ, അൺലിമിറ്റഡ്. അത് തന്നെ അർത്ഥമല്ലേ, ആ വൈബ്രേഷൻ നമ്മൾ സിങ്ക് ആയതുകൊണ്ടാണ്. എവിടെ നിന്നാ കാശ്, ഇത്രയും നാൾ വരാത്ത കാശ്? എല്ലാ ദിവസവും വരുമായിരുന്നു എനിക്ക് പൈസ. ഇറങ്ങിട്ടങ്ങോട്ട് എനർജി ഇറങ്ങുന്ന പോലെ. എന്നെ വായിക്കണം എന്നും എനിക്ക് ഒരു ഇൻസ്പിറേഷൻ. വായിച്ചാ കിട്ടുമല്ലോ പൈസ കൂടുതലെന്ന്. ബുക്കൊക്കെ എടുത്ത് ഇങ്ങനെ വെറുതെ പ്രിപ്പറേഷൻ ചെയ്താ. നോമ്പ് പിടിച്ചിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, അറിയോ? വെള്ളം കുടിച്ചിട്ട് നേരെ വരെയായിരുന്നു. പോരാളി എപ്പോഴാളുണ്ട് ക്ലാസ് എടുക്കുന്ന, അതുകൊണ്ട് വലുതായിട്ട് കഴിച്ചില്ല. ചോദിച്ചോട്ടെ, ഇതില്ലേ റാണി ചേച്ചി തോട്ട്സ് ഇട്ടിട്ട് അതിന്റെ ഒരു എഫക്റ്റ് റിസൾട്ട് വന്നത്, ചേച്ചി ആഗ്രഹിച്ച റിസൾട്ട് വന്നു, പക്ഷെ അത് ശരിക്കും വന്നത് മോൾക്കല്ലേ? അപ്പൊ മോളുടെ തോട്ട്സിന്റെ പ്രശസ്തി ഇവിടെ എങ്ങനെയാ? മോളുടെ തോട്ട് അവൾക്ക് എവിടെയെങ്കിലും കിട്ടിയാൽ മതി എന്നാണ് അവള് വിചാരിച്ചത്. പക്ഷെ ഞാൻ ഇവള് 5 ഇടത്ത് അവള് ഇതില് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയമായിരുന്നു. ഞാൻ അതിൽ നിന്ന് 1 പിക്ക് ചെയ്തുള്ളൂ. ആ പിക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫ്ലീറ്റ് തൊട്ട് അവൾക്ക് അവിടെ കോള് വരുന്നു, അവൾ അവിടെ ജോബിന് പോകുന്നു, അവിടുത്തെ ടാഗ് ഇട്ട് അവിടെ ഉള്ളവരുമായിട്ട് മാനേജർമാരായിട്ട് സംസാരിക്കുന്നു. അവിടുത്തെ ആ ബാങ്കിന്റെ ബിൽഡിംഗ് ഒക്കെ എനിക്ക് അറിയായിരുന്നു, ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് അവളിങ്ങനെ ലിഫ്റ്റിൽ വരുന്നു. എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോട്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ആ സിറ്റി കുറച്ച് അറിയണതും ഈ ബാങ്കിന്റെ ബിൽഡിംഗ് ഒക്കെ ഞാൻ വേറെ പല കാര്യത്തിന് അവിടെ പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആണ്. അപ്പൊ എനിക്കത് വിഷ്വലൈസ് ചെയ്യാൻ വെരി ഈസി ആയിരുന്നു. ഒരു ഈസി ആയിട്ടാണ് ഞാൻ വിഷ്വലൈസ് ചെയ്ത് വിട്ടത്. ഒരു ബലം പിടുത്തവും ഇല്ല അതില്. നമ്മളിങ്ങനെ ഇന്റൻസ് ആയിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, വെരി നോർമൽ ആയിട്ട് ഇങ്ങനെ. അത് എങ്ങനെ പറയും, ഭയങ്കര ഒരു
ഇങ്ങനെ ഒരു ഇതായിട്ടാണ് അങ്ങനെയുള്ളതേ നേടിയിട്ടുള്ളൂ. അല്ലാതെ ബലം പിടിച്ച് വല്ലതും ചെയ്യാനൊന്നും അത് നടക്കാൻ പാടാണ്. അത് നമ്മളെ ഇന്ന് അകന്നകന്ന് പോവുകയുള്ളൂ എന്നാണ് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. നമ്മൾ ചില ടെൻഷൻ പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് അതങ്ങോട്ട് എറിക്കത്തില്ല, എഫക്റ്റ് ആവത്തില്ല. ഞാൻ ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞ് ചെയ്തപ്പോഴും അറിയാതെ ചെയ്തപ്പോഴും ആ തോട്ടിന്റെ ആ ഒരു ഫ്ലീറ്റ് ഓഫ് തോട്ട് പോലെയാണ് എന്റെ ആദ്യം ആ തോട്ട് വന്നത്. പിന്നെ എന്റെ ഫീലിങ്സ് എല്ലാം ഭയങ്കര സെറ്റിൽ ആയിട്ടുള്ളായിരുന്നു. ഒരു ബലപ്രയോഗമോ ബലപ്പെടുത്തോ ഇല്ല. അവക്ക് എവിടെയെങ്കിലും ജോബ് കിട്ടിയാൽ മതി എന്നാണ്. കാരണം അവൾ 5 അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കയില്ലേ, അവക്ക് ചോയ്സ് ഇല്ല. ഞാനാണ് അതിൽ നിന്നൊന്ന് എടുക്കുന്നത്. എന്നിട്ട് അവളുടെ അടുത്ത് പറഞ്ഞില്ല. രണ്ടുപേർക്കും ഒരേ ലെവലിലെ ഒരു ആഗ്രഹം, കോൺഫ്ലിക്ട് ഇല്ലാത്തതുകൊണ്ട് മാത്രമായിരിക്കും ഇവിടെ നടന്നത്. എനിക്ക് ആ ഒരു പോയിന്റ് മനസ്സിലാക്കാനാ. നിർമ്മലും കൂടെ ഒന്ന് പറയാമോ? അതായത് രണ്ടുപേർക്കും എവിടെ അവള് ഈ HSBC ബാങ്ക് തന്നെ അവള് അക്സെപ്റ്റ്, അവള് റിസീവ് ചെയ്യാൻ തയ്യാറാണ്. ഷീസ് റെഡി ടു അക്സെപ്റ്റ് എനിത്തിങ്. അവള് ഓക്കെ ആണ്, അവൾക്ക് കിട്ടിയാ മതി എന്നാണ് അവള് നിൽക്കുന്നത്. ഞാൻ ഈ 5 കൂടെ മാനിഫെസ്റ്റ് ചെയ്താൽ കുളമാവും. അതുകൊണ്ട് ഞാൻ ഒന്നേ പിക്ക് ചെയ്തുള്ളൂ. അവിടെ അന്ന് ഏതൊരു ഫ്രഞ്ച് ബാങ്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു 4-5 സംഭവം ഉണ്ടായിരുന്നു. 4-5 ഞാൻ കേൾക്കാത്ത പലത്. കാരണം എനിക്ക് പരിചയമില്ലാത്ത 2-3 ബാങ്ക് ഇരിക്കും. അതിനെപ്പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ വെറുതെ എടുത്തിട്ട് എന്തെന്ന് ആലോചിക്കും, വിഷ്വലൈസ് ചെയ്യും. എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് എനിക്ക് അറിയുന്നതായിരുന്നു ഈ HSBC. അപ്പൊ എളുപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് തുടങ്ങി വിഷ്വലൈസ്. ഓക്കെ, താങ്ക് യു. റാണി മാഡം ഏതെങ്കിലും ബുക്ക് റെഫറൻസിന് പറഞ്ഞുതരാൻ പറ്റുമോ? റോണ്ട ബയോണിന്റെ ദ പവർ എന്നൊരു ബുക്കുണ്ട്. സീക്രട്ടിന്റെ തന്നെ ദ പവർ ഉണ്ട്. അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലോ ഓഫ് പവറിന്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ പറയുന്നുണ്ട് റോണ്ട ബയോണിന്റെ. നമ്മള് ബ്രോഡ് ലോ ഓഫ് അട്രാക്ഷൻ ഈ കോഴ്സ് ഇല്ലേ സംഗീത ചേച്ചി? അതൊക്കെ ചെയ്യണല്ലോ. കേൾക്കണ്ട? പിന്നെ എന്തോ നിർമ്മല സഹായിക്കേ. ഞാൻ പോട്ടാ. ആലോചിച്ചിട്ട് സാധാരണ ഞാനൊക്കെ ക്ലാസ് എടുക്കാണ് വലിച്ചു കീറുന്ന പിള്ളേരാ. ചോദിക്കങ്ങട് അവരാലോചിക്കാണ്. മാം, ഈ ഫ്ലീറ്റ് ഓഫ് തോട്ട് എന്ന് പറഞ്ഞ റിയലി എന്താ? ലൈക്ക് ലൈറ്റ് ആയിട്ടുള്ള തോട്ടാണോ? ഫ്ലീറ്റ് മിന്നായം പോലെയാണ് സംഭവം ഇങ്ങനെ പോകുന്നത്. അത് തലയിൽ കൂടെ എന്നുവെച്ചാ ആ തോട്ടിന് വലിയ ഹെവിനെസ് കാണൂല. നമ്മള് ഹെവി ആയിട്ടല്ല തോട്ട് ഇടുന്നത്. നമ്മള് സാധാരണ പോലെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വിടൂലേ, അതങ്ങനെയാണ് ഇങ്ങനെ, അല്ലെ അതവിടെ പോയി. ആ ഒരു ഇതേ അതിന് ആ വെയിറ്റേ കാണും ആ തോട്ടിന്. നമ്മൾ അതിൽ കൂടുതലിട്ട് അതാണ് പറഞ്ഞത്, എങ്ങനെ വരും പൈസ, എവിടെ കൂടെ വരും, എവിടെ കൂടെ പോവും, ഇങ്ങനെ 100,000. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാം വാങ്ങിക്കാൻ എഴുതിയിട്ടാണ് പൈസ തിരക്കി പോകുന്നത്. പൈസ എവിടെയും തിരക്കി പോകുന്നത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു തോട്ടായിട്ടാണ് എനിക്ക് ഒരു തോന്നിയിട്ടുള്ളൂ. എപ്പോഴും എന്റെ തലേന്ന് അങ്ങനെ പോകുന്നത് മാനിഫെസ്റ്റ് ആവും. എനിക്ക് തന്നെ അതൊരു ഫീലിംഗ് കിട്ടും. അതൊരു അടിപൊളി ഫീലിംഗ് ആണ്. പിന്നെ നമുക്ക് അതിനനുസരിച്ച് യൂണിവേഴ്സ് കൊണ്ടുതരുമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ, ആക്ഷൻ എടുക്കാനുള്ളതെല്ലാം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തന്നുകൊണ്ടിരിക്കും. അതെല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഇത് വാങ്ങിക്കാൻ ആരെ കൊണ്ടുപോയി. കാറെന്ന് വെച്ചാൽ അന്ന് വാങ്ങിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലായിരുന്നു സത്യമല്ല. ഈ അടുത്തിടയ്ക്ക് വേറൊരു കാറിലോട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് വെറുതെ പറഞ്ഞു, ആ കാറ് കൊള്ളാലോ. അപ്പൊ എന്റെ അസല്ലേ മിണ്ടിപ്പോരുത്, നോക്കരുത്, ഇങ്ങോട്ട് നോക്ക, തിരിച്ച് മിണ്ടിപ്പോരുത്. ഓരോന്ന് പറയും. ഞാൻ പിന്നെ ഇവിടെ ചക്രശ്വാസം വലിക്കണം. വേറെ എങ്ങോട്ടേലും നോക്കി നമ്മന് കൊള്ളാന്നല്ലേ പറഞ്ഞുള്ളൂ, വേറെ വല്ലതും പറഞ്ഞോ? ഇങ്ങനെ കൊള്ളാന്ന് പറഞ്ഞേക്കാണ് അവസാനം എന്റെ തലയിലായിട്ടുള്ളതെന്ന്. അതുകൊണ്ട് പുള്ളിക്കിപ്പോ പേടി. മറ്റേ ലാലേട്ടൻ പറഞ്ഞ പോലെ ഞാനൊന്നും ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചൊക്കെ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ പോലെയാണ് റാണി മാമിന്റെ.
അതൊക്കെ അവരെന്നെ കളിയാക്കുന്നതാണ്. ഞാനിങ്ങനെ ഒന്ന് രണ്ട് കാര്യം ഇങ്ങനെയൊക്കെ ചെയ്ത് കിട്ടുമ്പോ എന്നെ എന്റെ ഹസ്ബൻഡ് കളിയാക്കിയതാണ്. ഞാൻ ചുമ്മാ കാറൊന്നും ആഗ്രഹിക്കാനൊന്നും പോകുന്നില്ല. എന്തെല്ലാം കിടക്കുന്നു. ചുമ്മാ കാറ് വേണോ? എനിക്ക് ഞാൻ കാറിനോട് വലിയ ക്രൈസ് ഒന്നും, പക്ഷെ നല്ലത് കാണുമ്പോ കൊള്ളാന്നേ പറയുള്ളൂ. മാം അതുപോലെ ഈ പുസ്തകങ്ങൾ വായിക്കാൻ റിയലി എന്താ ഇൻസ്പിറേഷൻ? എൻ്റെ സീക്രട്ട് ബുക്ക് 2 years ആയിരിക്കുന്നു, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് അതിനു വേണ്ടി എഫർട്ട് ഇട്ടേ പറ്റൂ. നമ്മളൊന്ന് വെറുതെ ഒന്ന് തുറന്ന് 2 പേജ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിലും മറിക്കി. അങ്ങനെ അത് വരുള്ളൂ. ഞാനും ഒക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. ആദ്യം സീക്രട്ട് വന്നപ്പോ വെപ്രാളത്തിൽ വായിച്ചു തീർത്തു, പക്ഷെ ഒന്നും മനസ്സിലായില്ല. പിന്നെ കാലങ്ങൾ എന്നെ പഠിപ്പിച്ചു. പിന്നെയാണ് അതിന്റെ കാര്യം എന്താണെന്നും ഇതൊക്കെ എനിക്ക് കുറെ നാളെടുത്ത് മനസ്സിലാക്കാം. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് വായിക്കുന്നത് നല്ലതായിരിക്കും. ഈ റീസെന്റ് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഒന്നുകൂടെ തറലി മനസ്സിലായിട്ടുണ്ട് ഈ 10 ദിവസത്തില്. ഇപ്പൊ ഇന്നലെ എനിക്ക് വായിക്കാൻ പറ്റില്ല. ഇന്നലെ വെറുതെ ബുക്കിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ട് കിടന്നുറങ്ങി. വായിക്കാൻ പറ്റില്ല. നോമ്പ് പിടിച്ചിട്ട് ഇന്നലെ ഒരു ക്ഷീണം, ഭയങ്കര ക്ഷീണം. അപ്പൊ എനിക്ക് വായിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പിന്നെ ബുക്കിനെ ഇങ്ങനെ മനസ്സ് കെട്ടിപ്പിടിച്ചിട്ട് കിടന്നുറങ്ങി. എന്റെ ഹസ്ബൻഡ് പറഞ്ഞത് എന്തെല്ലാം ഇവിടെ കാണണം ഞാൻ. റിയലി ഇൻസ്പയർഡ് ആയിട്ട് മാം, ശരിക്കും കയ്യിലെങ്കിലും പിടിക്കും. ഇല്ല, ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാലല്ലേ എനിക്കും അത് മറ്റുള്ളവർക്ക് ഇൻസ്പയർഡ് ആവുന്നെങ്കിൽ നല്ലത്. വെറുതെ നമ്മള് തള്ളിയിട്ട് കാര്യമില്ലല്ലോ. അപ്രോച്ച് ആണത്. ഇപ്പൊ സാധാരണക്കാരെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു സാധനം കാണാൻ ഒപ്പം ഒരു ഇതിപ്പോ നടക്കൂ, എങ്ങനെ പൈസ അത് പ്രോഗ്രാംഡ് ആണ്. ആ പ്രോഗ്രാം പൊട്ടിക്കുന്നതിനാണ് സത്യം പറഞ്ഞാൽ ഓരോ ടാസ്ക് മുഴുവൻ. എന്നാണ് അവർക്ക് അത് പൊട്ടിക്കാൻ പറ്റുന്നത് അന്ന് രക്ഷപ്പെടും. കോമൺ പീപ്പിളിന് എല്ലാം വരുന്ന തോട്ട് ഇതെങ്ങനെ സാധിക്കും, ഇതെങ്ങനെ പറ്റും, ഇത് എന്നെ കൊണ്ട് പറ്റുമോ, അത് തന്നെ വരുവുള്ളൂ. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം ഞാൻ പറഞ്ഞ പോലെ പണ്ട് കാലങ്ങളിൽ നമ്മളുടെ മൈൻഡിൽ നമ്മളെ ബ്രെയിൻ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്നാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് നെഗറ്റീവേ വരൂ, അത് അങ്ങനെയാണ്. അതാണ് ഹ്യൂമൻ മൈൻഡ്സ് അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഈ പറഞ്ഞ കണക്ക് ബ്രേക്ക് ചെയ്ത് കോൺഷ്യസ്ലി നമ്മള് ആദ്യമൊക്കെ കോൺഷ്യസ്ലി ഇടും, അപ്പൊ കാര്യങ്ങളൊന്നും നടക്കൂല. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, ഞാൻ ഇത്രയും കോൺഷ്യസ് ആയിട്ട് എന്ത് നടക്കൂല. പക്ഷെ നിങ്ങളത് മാറ്റുകയാണ്, ആ പ്രോഗ്രാമിങ് ചേഞ്ച് ചെയ്യാണ്. നിങ്ങൾ അത് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് അത് നോർമലി നിങ്ങളെ മൈൻഡിൽ നിന്ന് അത് അങ്ങനെ വരും. അല്ല, അത് ഇപ്പൊ മാഡം പറഞ്ഞ വളരെ ശരി. കാരണം അത് പഴയ ആൻഷ്യന്റ് കാലം മുതൽ ബ്രെയിൻ്റെ സംഭവമാണ്. കാരണം ബ്രെയിൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിങ്ങളെ ഫിസിക്കൽ ബോഡി സൂക്ഷിക്കുക. അതിനെന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ ഒന്നെങ്കിൽ ഓടുക. അതാണ് അന്ന് ഡിസൈൻ ചെയ്ത ആ സാധനം തന്നെ എപ്പോഴും. പൈസ അപ്പൊ അതാണ് കംഫേർട്ട് സോണിൽ നിർത്തുക. ഈ കംഫേർട്ട് സോൺ എന്ന് പറഞ്ഞതാണ് നിങ്ങളങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പരിപാടി തന്നെ. അത് നിങ്ങളൊരു വിഷൻ അല്ലെങ്കിൽ ഒരു സക്സസിന്റെ പിന്നാലെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫ് അപകടത്തിലാവുക എന്നാണ് ബ്രെയിന് തോന്നുന്ന സിഗ്നൽ. കാരണം നമ്മള് 2020 കാലഘട്ടത്തിൽ ഒരുപാട് പേര് അങ്ങനെ കണ്ടതാണ്. അവരുടെ കരിയർ തകർന്ന്, ബിസിനസ് തകർന്ന്, ഞങ്ങൾ അനുഭവിച്ച പ്രതിസന്ധികളൊക്കെ പറഞ്ഞാൽ 1 ക്ലാസ് 2 ക്ലാസ് 3 ക്ലാസ് ഒന്നുമല്ല. അത്ര പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ വീട് വാലിയാച്ചി, ആ പ്രതിസന്ധിയുടെ പോകുമ്പോഴും കാറ് വാങ്ങിക്കുന്നു, ആ പ്രതിസന്ധി പോകുമ്പോഴും മോളെ ലണ്ടനിൽ വിട്ട് പൈസ എത്ര വേണം പഠിപ്പിക്കുന്നു. ഇതെല്ലാം നടക്കുന്നുണ്ട്. നമ്മൾ വിഷമിച്ച് കുത്തിയിരുന്നില്ല, നമ്മൾ അതിനു വേണ്ടി ആക്ഷൻ എടുത്തുകൊണ്ടേയിരുന്നു. ബ്ലോക്ക് വരുമ്പോ ദൈവം തന്നതുപോലെ ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് അത് എന്താണെന്ന് ചെക്ക് ചെയ്യിപ്പിക്കാൻ അതിന് സൊല്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്നെ തകർന്ന് തരിപ്പണായി പോയേനെ. അത്രയ്ക്ക് പ്രോബ്ലംസിൽ ഫേസ് ചെയ്ത് ചാലഞ്ചിങ് ഇയേഴ്സ് 2020 എങ്ങനെയും കഴിഞ്ഞു പോയി. 21 മുതൽ 25 മാർച്ച് വരെ ഡിഫിക്കൽട്ട് ടൈംസ്. അത് തുറന്നേനെ പറഞ്ഞാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾ വിചാരിക്കും ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെ എല്ലാം, അങ്ങനെ അല്ല, സംഭവം ഇങ്ങനെയായിരുന്നു. പക്ഷെ ഈ പ്രതിസന്ധിയുടെ ഇടയിലാണ് ഞാൻ വീട് പാലിയാച്ചത്.
ഈ പ്രതിസന്ധിയുടെ ഇടയിലാണ് കാർ വാങ്ങിച്ചത്. ഈ പ്രതിസന്ധിയുടെ ഇടയിലാണ് മോള അവിടെ പിടിക്കുന്നത്. അതിന്റെ ഇടയിൽ ട്രാവൽ ചെയ്യും ഞങ്ങൾ മനസ്സിൽ ഒരു കനം വെച്ചിട്ടായിരിക്കും ട്രാവൽ ചെയ്യേണ്ട ഘട്ടങ്ങൾ വരുമ്പോ പോയല്ലേ പറ്റുള്ളൂ. ചില സ്ഥലത്ത് പോകേണ്ടതായിട്ട് എന്നാൽ പോയല്ലേ പറ്റൂ. അവിടെ ട്രാവൽ ചെയ്യും. വളരെ ചില സ്ഥലത്ത് നിൽക്കുമ്പോൾ ഞങ്ങള് ഓഫീസിൽ നിന്ന് കേൾക്കുന്ന ന്യൂസ് ഒക്കെ എന്ന് വെച്ചാൽ തകർന്നു പോകുന്ന. എന്റെ ഹസ്ബൻഡ് ഭയങ്കര വിൽ പവറാണ് കേട്ടോ. അങ്ങനെ ആടത്തില്ല, പെട്ടെന്നൊന്നും ആടുന്ന ഒരു ടൈപ്പ് അല്ല അദ്ദേഹം. അദ്ദേഹത്തിന് ഭയങ്കര വിൽ പവർ ഉണ്ട്. ഞാനൊക്കെ ആടും കുറച്ചു നേരത്തേക്ക്, പക്ഷെ നമ്മളത് തള്ളിക്കൊണ്ട് പോയി അതിനുള്ള നമ്മൾ ആക്ഷൻ എടുത്താൽ നമ്മളെ ദൈവം കൈവിടൂല എന്നാണ് എന്റെ അനുഭവം വന്നിരിക്കുന്നത്. അല്ലേ നിർമ്മലേ? കര നിലവിളി കേട്ടത് നിർമ്മലല്ലേ? എനിക്കെല്ലാം അറിയാം. ദൈവം സഹായിച്ച് ഇങ്ങനെ പോകുന്നു. ഇൻഷാ അല്ലാഹ്. ഞാൻ പോയി കഴിക്കട്ടോ. ഇപ്പൊ വായിച്ച ബുക്ക് ചെയ്താ പറഞ്ഞേ? വായിച്ച ബുക്ക് ചെയ്താ പറഞ്ഞേ? സീക്രട്ടിന്റെ ദ പവർ എന്നൊന്നുണ്ട്, റോണ്ട ബേണിന്റെ. ഇത് ഈ പറഞ്ഞ കുറെ നാളുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം വായിച്ചു തീർത്തതുമാണ്. ഇപ്പൊ സബ്ജക്ട് എടുക്കണോന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബുക്ക് തുറന്നപ്പോ ആദ്യം വന്നത് ഇതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതായിരിക്കണം നിങ്ങളെല്ലാം അറിയേണ്ടതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അത് തന്നെ ഞാൻ എടുത്ത്. ബുക്കൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ, നേരത്തെ മറ്റേ മാഡം പറഞ്ഞ പോലെ വായിക്കാതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, വായിച്ചത് ഇരിപ്പുണ്ട്, ഇഷ്ടം പോലെ ബുക്ക് ഇരിപ്പുണ്ട്. ബുക്കൊക്കെ എത്രയോടെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഈ ഞാൻ ഇപ്പൊ ചെയ്തത് സീക്രട്ടിന്റെ പവർ. മാജിക് ഉണ്ട് ഇവിടെ. മാജിക് ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, എല്ലാം ഉണ്ട്. സീക്രട്ടിന്റെ സെക്കൻഡ് സീരീസ് ഏതാ? രണ്ടാമത് വായിക്കേണ്ട ബുക്ക് ഏതാ? സീക്രട്ടിന്റെ മാജിക് അല്ല, സീക്രട്ട്, മാജിക്, പവർ. ഇനി ഒന്നുകൂടെ ഞാൻ കണ്ട ഇത് പവറാണ്. ഇതാണ് ബുക്ക്. ഇതിന് ശേഷം ഒന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ എവിടെ ഉണ്ട്, ഒന്നുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അത് ആർക്കോ ഞാൻ ഗിഫ്റ്റ് ചെയ്തു. അത് ഞാൻ എനിക്ക് ആർക്കോ ഗിഫ്റ്റ് ചെയ്തു. ഒന്നുകൂടെ ഉണ്ട് ഇത്. ഇതിന്റെ റിലീസ് ആവാൻ പോകുന്നല്ലേ ഉള്ളൂ. അതെന്തോ റിലീസ് ആവാൻ പോകുന്നല്ലേ ഉള്ളൂ. അതിന്റെ പേര് 21 Days of Manifestation. സിമ്പിളാ, പവർഫുൾ. ഓക്കെ, അപ്പൊ താങ്ക് യു മാഡം. അടിപൊളി സെഷൻ. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഒരു താങ്ക്സ് പറഞ്ഞിട്ട് പിരിയാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. നൈറ്റ്. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക, സ്പൈൻ സൈറ്റ് വെക്കുക. To the Supreme God, Divine Father, Divine Mother, to my spiritual teacher, to all the spiritual teachers, all the great ones, holy gurus, holy masters, saints, archangels, healing angels, healing ministers, spiritual helpers, all the holy angels, all the prosperity angels, angels of abundance, angels of love, angels of success. Thank you for your priceless blessing. And thank you for making this session a grand success. We thank you in full faith. Thank you. Namaste. Thank you for this opportunity. ഇനിയും വരും. ഞാൻ ഉറങ്ങിക്കിടന്ന എന്നെയാണ് അന്ന് വിളിച്ച് നിങ്ങളെല്ലാം കൂടെ ക്ലാസ് എടുത്തുന്നത്. പനി പിടിച്ചിവിടെ കിടന്ന ഞാനാണ് എണീറ്റ് ഒരു ക്ലാസ് ഒക്കെ എടുത്താല്. അന്നല്ല പനി മാറിപ്പോയി ക്ലാസ് കണ്ടിട്ട്. എന്തോ അന്ന് സെഷൻ കേട്ടി തന്നെ പനി മാറിപ്പോയത്. അപ്പൊ തന്നെ എനിക്ക് പനിയൊക്കെ പോയി, ഞാൻ പനി ഓടിപ്പോയി. താങ്ക് യു ചേച്ചി. ബൈ ബൈ ബൈ. താങ്ക് യു.